അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നറിയാൻ ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല. മദ്രസ പഠനങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ തന്നെ ഉണ്ട്. മുസ്ലിം വിരുദ്ധ സംഘടനകളുടെ പ്രചരണങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതല്ല മദ്രസയിലെ പഠനം. മദ്രസയിൽ ഭീകരവാദവും അന്യമത വിദ്വേഷവുമാണ് പഠിപ്പിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഈ അടുത്താണ് നമുക്കിടയിൽ സുഹൃത്തായിരുന്നവർ വരെ മദ്രസകളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടത്. സംഘപരിവാർ വ്യാജ പ്രചരണങ്ങൾ അത്രമാത്രം മുസ്ലിം ഇതര മതവിശ്വാസികളുടെ ഇടയിലേക്ക് എത്തുന്നുണ്ടെന്ന് മനസ്സിലായി. ഭൂരിഭാഗം എല്ലാ മുസ്ലിങ്ങളും മദ്രസയിൽ പഠിച്ചവരാകും. മദ്രസയിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാം. മുസ്ലിങ്ങളുടെ മതവിശ്വാസം മറ്റു മതവിശ്വാസ ആരാധന കർമ്മങ്ങൾ പോലെയല്ല. ഏതെങ്കിലും നേരത്ത് ആരാധിക്കുന്നതോ ഇഷ്ടമുള്ള പ്രാർത്ഥിക്കുന്നതോ രീതിയല്ല മുസ്ലിങ്ങൾക്ക്. എല്ലാ കർമ്മങ്ങൾക്കും സമയവും വ്യത്യസ്തമായ പ്രാർത്ഥനകളുമുണ്ട്. മുസ്ലിമായ ഒരാൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള അയാളുടെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഉറങ്ങി ഉണരുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം, ബ്രഷ് ചെയ്യണം. 5 നേരത്തെ നിസ്കാര സമയത്തെ അംഗശുദ്ധി വരുത്തലിൻ്റെ ഒപ്പം ബ്രഷ് ചെയ്യുന്നത് നല്ലതാണ് എന്നു കൂടി പറഞ്ഞിരിക്കുന്നു. നിർബന്ധമില്ല. ടോയ്ലറ്റിൽ പ്രവേശിക്കേണ്ട രീതി, ടോയ്ലറ്റിൽ നിന്നിറങ്ങേണ്ട രീതി, കുളിക്കേണ്ട രീതി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, ഭക്ഷണത്തെ ബഹുമാനിക്കേണ്ട രീതി, കഴിക്കേണ്ട മര്യാദ, കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥന, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദ, വാഹനത്തിലാണെങ്കിൽ വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, നടന്നു പോകുമ്പോൾ വഴിയിലുള്ളവരോട് പുഞ്ചിരിക്കണം, സ്നേഹബന്ധം ഉണ്ടാക്കണം, വഴിയിൽ തടസ്സങ്ങൾ കണ്ടാൽ നീക്കണം, കളവ് പറയരുത്, ആരെയും ഉപദ്രവിക്കരുത്, അയൽക്കാരോട് നീതിപൂർവ്വം പെരുമാറണം, അവരെ സഹായിക്കണം, സമയമാകുമ്പോൾ നിസ്കരിക്കണം, നിസ്കരിക്കുന്നതിന് മുമ്പ് അംഗശുദ്ധി വരുത്തണം, അംഗശുദ്ധിയുടെ രീതി, പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, നിസ്കരിക്കണം, നിസ്കരിക്കേണ്ട രീതി, പറയേണ്ട പ്രാർത്ഥനകൾ, ആരൊക്കെ നിസ്കരിക്കണം, ആരൊക്കെ നിസ്കരിക്കേണ്ട, കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ എങ്ങനെ കച്ചവടം ചെയ്യണം, തൂക്കത്തിൽ ക്രമക്കേട് കാട്ടരുത്, അമിത ലാഭം എടുക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ, തൊഴിലാളിയാണെങ്കിൽ തൊഴിലിടത്ത് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ, തെറ്റായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കരുത്, തെറ്റായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കരുത്, മദ്യപിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, വഞ്ചന കാട്ടരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, പിന്നെ സമൂഹത്തോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, നിർദ്ദേശങ്ങൾ, വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മാതാപിതാക്കളോട് പെരുമാറേണ്ട രീതി, അവരെ പരിപാലിക്കേണ്ട രീതി, ഭാര്യയോടും കുട്ടികളോടും പെരുമാറേണ്ട രീതി. ഇതിനിടയിൽ ബന്ധുവീട് സന്ദർശിക്കണം, കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ പ്രാധാന്യം, ദാനധർമ്മം ചെയ്യണം, പാവപ്പെട്ടവരെ സഹായിക്കണം. അവസാനം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയും കഴിഞ്ഞ് ഉറങ്ങുന്നതോടെ വിശ്വാസിയുടെ ഒരു ദിവസം അവസാനിക്കുന്നു. അയാളുടെ നല്ല കർമ്മങ്ങൾക്ക് പ്രതിഫലവും മോശം കർമ്മങ്ങൾക്ക് ശിക്ഷയും ലഭിക്കുന്നു. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇതാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. ഈ കർമ്മങ്ങൾക്കൊക്കെ ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് മദ്രസയിലെ പുസ്തകങ്ങളിലുള്ളത്. മദ്രസയിൽ എവിടെയും അന്യമത വിദ്വേഷമോ ഭീകരവാദമോ പഠിപ്പിക്കുന്നില്ല. ഒരു മുസ്ലിമിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത രീതിയാണ് മദ്രസ പഠനത്തിൽ നിൽക്കുന്നത്. ആ പഠനം പൂർണ്ണമായും നന്മയിലധിഷ്ഠിതവും തിന്മയെ വിരോധിക്കുന്നതുമാണ്. മദ്രസയിൽ പഠിപ്പിച്ചതുപോലെ ഒരാൾ ജീവിക്കാൻ അയാൾക്ക് നല്ല മനുഷ്യനാവാൻ സാധിക്കും. നിർഭാഗ്യവശാൽ എല്ലാ മുസ്ലിങ്ങളും മദ്രസയിൽ പഠിച്ചതുപോലെ ജീവിക്കുന്നവരല്ല. അതിനാലാണ് കുറ്റവാളികളിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് അധിക പേരും വരുന്നത്. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, വിദ്വേഷം പരത്തി നേട്ടം കൊയ്യാൻ കാത്തിരിക്കുന്നവരിൽ നിന്നല്ല, നേരിട്ട് മനസ്സിലാക്കാൻ അവസരമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെയാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഭീകരവാദമോ തീവ്രവാദമോ മറ്റ് മതസ്ഥരെ ആക്രമിക്കണമെന്നോ അവരെ ഉപദ്രവിക്കണമെന്നോ ഒന്നും മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല. ഇനി എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നതെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ബുക്ക് സ്റ്റാളുകളൊക്കെ നമ്മുടെ നാടുകളിൽ സുബലമാണ്. അവിടെയൊക്കെ ചെന്നുകൊണ്ട് മദ്രസയിലെ ബുക്കൊന്ന് എടുത്ത് അതിലൊന്ന് വായിച്ചു നോക്കിയാൽ മാത്രം കാണാൻ കഴിയും നമുക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാവും മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്ന്. അതുമല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ് എടുത്തിട്ട് മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നോക്കാൻ ഏവർക്കും സാധിക്കും. അങ്ങനെയുള്ള പ്രചരണങ്ങളിൽ നിന്നെല്ലാം നാം ഒഴിവാവണം. മദ്രസയിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കുവാനുള്ള
ബുദ്ധിയും ശക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.